ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൊബൈൽ ഫോൺ ഇപ്പം എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ. എന്നാൽ നമ്മുടെ ഫോണിലെ ഓരോ എഴുത്തിനെയും കാഴ്ചയെയും പങ്കുവെക്കലിനെയും കുറിച്ച് അള്ളാഹു നമ്മോട് തീർച്ചയായും ചോദ്യം ചെയ്യും. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ല പറഞ്ഞു, സ്വന്തത്തിന് നന്മ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അവരുടെ കൈകളിലുള്ള ഈ ഉപകരണങ്ങളെ, അതായത് ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും അവയെ സംബന്ധിച്ച് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ചോദ്യം ചെയ്യുമെന്ന കാര്യം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതിലൂടെ നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കിനെക്കുറിച്ചും നിങ്ങൾ അയക്കുന്ന ഓരോ ശബ്ദ സന്ദേശത്തെക്കുറിച്ചും സ്ക്രീനിൽ നിങ്ങൾ നോക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിങ്ങൾ സ്വീകരിക്കുന്ന ഓരോ അഭ്യൂഹത്തെക്കുറിച്ചും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചും അതുപോലുള്ള മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും. അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും അവൻ്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന ദിവസം ഒരു വ്യക്തി കണക്ക് ബോധിപ്പിക്കേണ്ട പ്രവൃത്തികളിൽ ഇവയെല്ലാം തീർച്ചയായും ഉൾപ്പെടുന്നു. അള്ളാഹുവിൻ്റെ ദാസന്മാരെ, ഒരു വ്യക്തി തനിക്കെതിരെ അടിസ്ഥാനമില്ലാത്തതും സത്യാവസ്ഥ പരിശോധിക്കാത്തതുമായ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ അതേ കാര്യം മറ്റുള്ളവരുടെ അവകാശവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് എങ്ങനെ അവൻ ഇഷ്ടപ്പെടാനോ അതിൽ തൃപ്തിപ്പെടാനോ കഴിയും? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലയുടെ ഈ ഉപദേശം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. നമ്മൾ മൊബൈൽ ഫോണിൽ മറ്റു ഡിജിറ്റൽ ഉപകരണങ്ങളിലും നമ്മൾ എഴുതുന്ന ഓരോ വാക്കും, നമ്മൾ കാണുന്ന ഓരോന്നും, നമ്മൾ പ്രചരിപ്പിക്കുന്ന ഓരോന്നും ഒന്നും ഒഴിവാവുകയില്ല. അതിലെ ഓരോന്നും അള്ളാഹു നമ്മളോട് നാളെ ചോദ്യം ചെയ്യുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ ഷെയ്ഖിൻ്റെ ശബ്ദം ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ലിങ്ക് കാണാം. ഇതേ തലക്കെട്ടിൽ ആ ലിങ്ക് തുറന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വീഡിയോയിൽ ഷെയ്ഖ് ഹഫിദഹുല്ലയുടെ ശബ്ദം കേൾക്കാം. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.